ആ കുഞ്ഞ് രവിവർമ്മ പിന്നീട് ആയില്യം മഹാരാജാവിന്റെ അടുത്തേക്ക് എത്തുകയും ആയില്യം മഹാരാജാവ് അദ്ദേഹത്തിന് ഒരുപാട് പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വന്നിരുന്ന വിദേശ ചിത്രകാരന്മാരടക്കം അന്നത്തെ തിരുവിതാംകൂറിലെ പ്രശസ്തരായ ചിത്രകാരന്മാരും ഒക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും ഇവരൊക്കെ തന്നെ രവിവർമ്മയെ പഠിപ്പിക്കാൻ വിസമ്മതിച്ചിരുന്നു എന്നുള്ളതാണ്. രവിവർമ്മയുടെ കഴിവ് മനസ്സിലായി. കുഞ്ഞു രവിവർമ്മയെ വരയ്ക്കുന്നത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഈ കുട്ടിയുടെ എന്താ പറയുക യഥാർത്ഥത്തിലുള്ള ആ കഴിവ്. അപ്പൊ അവർക്കൊക്കെ ഉള്ളിലൊരു ഉൾഭയം ഉണ്ടായിരുന്നിരിക്കാം. എന്താ വെച്ചാൽ ഈ കുട്ടി വളർന്ന് നല്ല രീതി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമ്മളെയും കൂടെ വെല്ലുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഉണ്ടാവും. അത് സ്വാഭാവികമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തിയോഡർ ജെൻസൺ പറഞ്ഞത് രവിവർമ്മയെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, ഒരു കാര്യം ചെയ്തോട്ടെ, ഞാൻ വരയ്ക്കുന്നത് കണ്ടു നിന്നോട്ടെ. പക്ഷെ ആ രവിവർമ്മ എന്ന് പറയുന്ന കുട്ടിക്കുണ്ടല്ലോ, ആ ചിത്രകാരന് ആ കാഴ്ച മാത്രം മതിയായിരുന്നു. ആ കാഴ്ചയിൽ നിന്ന് തന്നെ അദ്ദേഹം പലതും ഗ്രഹിച്ചു കഴിഞ്ഞു. അത് ഈ പറഞ്ഞ ജന്മസിദ്ധി കൊണ്ടാണ്.